അങ്ങനെ രണ്ടാക്കും പരീക്ഷ കഴിഞ്ഞിട്ട് സ്കൂളെല്ലാം അടച്ചു. ഇന്ന് ലോകൂട്ടന്റെ സ്കൂളില് വാർഷികമാണ് അല്ല ലോകൂട്ടാ. അങ്ങനെ ലോകൂട്ടൻ ഇതാ പോവാൻ വേണ്ടിട്ട് എല്ലാം റെഡി ആയിട്ടായില്ല. ആദ്യക്കൂട്ടം പിന്നെ സ്കൂള് കൂട്ടിയാൽ പിന്നെ വീട്ടിലുണ്ടാവില്ല, ഫ്രണ്ട്സിനെ പരം അങ്ങോട്ടടിയോ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ മുതലേ ഞാൻ ലോകുവിൻ്റെ സ്കൂളിൽ പോയിട്ടുണ്ടായിനി. വാർഷികത്തിന് വൈകുന്നേരം പിള്ളേർക്ക് ഭക്ഷണമെല്ലാം ആക്കണ്ടേ, അപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിനി. പിന്നെ എനിക്ക് രാവിലെ പോയിനി. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് ചെറിയൊരു സദ്യ എന്താ വെച്ചാൽ ഡാൻസ് എല്ലാം കളിക്കുമ്പോൾ രാത്രിക്കുള്ള ഫുഡെല്ലാം ആക്കാൻ വേണ്ടിയിട്ടുണ്ടായിനി. അപ്പം ജസ്റ്റ് ഒന്ന് പോയി കുറച്ച് സമയം മുറിച്ചിടാനും ആക്കാനും എല്ലാം കൂടി. എന്താ വെച്ചാൽ അധിക സമയം എനിക്ക് നിൽക്കാൻ വേണ്ടി പറ്റിയിട്ടാ, അല്ലെങ്കിൽ ചോറും എല്ലാം റെഡി ആയി കഴിഞ്ഞതിന് ശേഷമേ തിരിച്ച് വരട്ടിയിലും. ഇന്ന് പോയിട്ട് വേഗം കഷ്ണമെല്ലാം മുറിക്കാൻ കുറച്ച് സമയം സഹായിച്ചാൽ എനിക്ക് വേഗം വരേണ്ടി വന്നിരുന്നു. നമ്മൾ വേറെ സ്ഥലത്ത് നമുക്ക് അർജൻറ്റായിട്ട് പോകാനുണ്ടായിന് എനിക്കും അച്ഛനും. അങ്ങനെ അവിടെ പോയിട്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയതേ ഇല്ലു. അപ്പോൾ എത്തിയിട്ടിപ്പം ഞാൻ ലോകൂടെ കഞ്ഞിയെല്ലാം കുടിച്ചു അല്ലേ. കഞ്ഞിയും മീൻ പൊരിച്ചതും തോരക്കറിയെല്ലാം കൂട്ടി കഞ്ഞിയെല്ലാം കുടിച്ച്. അപ്പോൾ ലോകൂടനെ ഇന്ന് 4 മണിക്കാണ് സ്കൂളിൽ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ലോകൂട്ടനെ കൊണ്ടാക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയെന്ന്. ലോകൂട്ടാ, നിനക്ക് വേറൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നുണ്ടായിനി. നമ്മളെ കണിക്കൊന്നില്ലേ, അത് പൂത്തു. വാ കാണിച്ചു തരാം വാ. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഇവിടെ തന്നെ കണിക്കൊന്ന, അത് തന്നെ മുളച്ചാന്ന് കേട്ടാ. അത് തന്നെ മുളച്ചാന്ന്, നട്ടതല്ലല്ല. തന്നെ മുളച്ചാന്ന്. അപ്പോൾ അതിലിതാ ഇപ്രാവശ്യം ആദ്യമായിട്ട് കണിക്കൊന്ന പിടിക്കാൻ തുടങ്ങി ലോകു. ഇപ്രാവശ്യം പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ അടുത്തല്ലെങ്കിലും പിടിക്കുമെന്ന്. പക്ഷെ മഴയത്ത് പെട്ടെന്ന് ഒന്ന് വലുതായിനി. ഇത് ചെറിയ പോലെയല്ല ഉണ്ടായിനി അന്നെല്ലാം നമ്മൾ കാണുമ്പോൾ, പെട്ടെന്ന് വലുതായിനി. ഇതാ കണിക്കൊന്ന. അപ്പം ചെറിയ ചെറിയ മൊട്ടായിട്ട് ഇതാ ഇതെല്ലാം ഉണ്ട്. ഇനി ഇതാ അടയെല്ലാം ഉണ്ട്, ഇതാ മുകളിലെല്ലാം ഉണ്ട്. പക്ഷേ വിഷു ആകുമ്പോഴത്തേനും ഇതെല്ലാം പോകുക അറിയില്ല. ഇനിയും വിടരാനും ഉണ്ട് കുറേ. വിഷു ആകുമ്പോഴത്തേനും പോവുക മോനെ? ഇല്ല, ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മ വിഷുവിന് കണിക്കൊന്ന പറിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ വീട്ടിലിങ്ങനെ തപ്പി നടക്കലാന്നല്ലേ. ഇപ്രാവശ്യം നമുക്കിതാ എടുത്ത് തന്നെ ആയിട്ടുണ്ട്. നല്ല സന്തോഷം തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ തന്നെ കണിക്കൊന്ന ആവുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ വണ്ടിയിലെല്ലാം പോകുമ്പം ഓരോരു വീട്ടിലെല്ലാം ഉണ്ടാവും നിറച്ചും പിടിച്ചിട്ടാണ് അന്നേരം വീട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഈ തൈ തന്നെ ഇവിടെ ഒരു തയ്യാണ്ടായിനി തെങ്ങ്. ആ തെങ്ങ് പോയതിൽ എങ്ങനെയോ ഒരു കണിക്കൊന്നേൻ്റെ ഇത് മുളച്ചിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ അപ്പം നമുക്ക് കണിക്കൊന്ന പിടിച്ചു. വിഷുവിന് നമുക്ക് പറിക്കാനുണ്ടാവണം എന്നല്ലേ. വിഷുവിനേക്കും കൂടി കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ. അപ്പോൾ ശാലു കാത്തിക്കുന്നുണ്ടാവും. അശ്വതി ചേച്ചിയുടെ മോനും കൂടി ഉണ്ട്. അപ്പോൾ രണ്ടാളും ഞാൻ എന്നാൽ കൊണ്ടാക്കിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അശ്വതി ചേച്ചി ഇപ്പം വന്നു അത്ര കേട്ടോ സ്കൂളിൽ നിന്ന് സഹായിക്കാനെല്ലാം പോയിട്ട്. ഞാൻ പിന്നെ വേറെ പോവാനുണ്ടായോണ്ടാന്ന് വേഗം വന്നിന്. എന്നാൽ പോവാ ബാ. ഇന്ന് ലോകൂട്ടൻ്റെ മാത്രമല്ല ലിജമ്മൻ്റെയും ടീച്ചേഴ്സും എല്ലാവരും കൂടി ഇല്ല ഡാൻസും ഉണ്ട് അല്ലേ. സന്തോഷമുണ്ടോ? ലോകുവാന്ന് അധികം പറിച്ചോണ്ട് തരില്ല, അപ്പുറത്തെ വീട്ടിലെല്ലാം പോയിട്ട് കണിക്കൊന്ന. വാതിലടക്കണ്ടേ? അപ്പൊ കൊണ്ടാക്കിട്ട് തരാട്ടാ. ഓക്കെ. പിടിക്കൂലടാ ഇത് അമർന്നു. ഇനി സൈഡിലിടും. ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വരണ. ബ്ലൗസ് എടുത്തിട്ട് നേരെ പോട്. അടിച്ചിട്ട് ഇങ്ങോട്ട് വാ, എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്നിച്ച് പോവാം. അപ്പൊ നമുക്ക് നല്ല അടിപൊളി ഡ്രസ് മോഡലും ഉണ്ട്. കണ്ടാ ഞെട്ടും എല്ലാവരും. ഞെട്ടും. കേറ് പിള്ളേരെ വൈകുന്നേ.
ഞാൻ പോകുന്നു കേട്ടാ. അങ്ങനെ ലോഗുനെയും ഷാലുനെല്ലാം സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വീട്ടിൽ തിരിച്ചെത്തി. വന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്തു കേട്ടോ. കളിച്ചു നോക്കാനേ പറ്റിയിട്ടുണ്ടായിട്ടാ ഇന്ന്. മൊത്തം തിരക്കായിരുന്നു. അതിപ്പോൾ കുറച്ച് സമയം ഒന്ന് കളിച്ചു നോക്കി. എന്തായിട്ടും എത്ര കളിച്ചാലും സ്റ്റേജിലെത്തുമ്പോൾ ഒരു ടെൻഷനായിരിക്കും. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ലോഗുൻ്റെ സ്കൂളിൽ വാർഷികത്തിന് നമ്മ അമ്മമാരും ടീച്ചേഴ്സും കൂടിയിട്ട് കളിച്ചിട്ടുണ്ടായിന്. അതിന് ശേഷം ഇതാ ഇപ്പം കളിക്കുന്നത്ര. ഇപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് 1-2 റീൽ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കളിച്ചതേ ഉള്ളൂ. പിന്നെ ഇപ്പം കളിക്കുന്നത്രേ. അപ്പോൾ കളിക്കുമ്പോൾ ഭയങ്കര കഥപ്പും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടോ. അത് തടിയുണ്ടായതുകൊണ്ട് അങ്ങനെ കുറച്ച് സമയം കളിച്ചു നോക്കി. അപ്പോൾ തലവേഗം കുളിച്ചിട്ടുണ്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഡ്രസ്സ് സാരിയാണ് കേട്ടോ. നമ്മുടെ ഡ്രസ് കോഡ് ചുവന്ന സാരിയും അതിന് മാച്ചായിട്ടില്ല മഞ്ഞ റെഡിമെയ്ഡ് ബ്ലൗസൊന്നും എടുത്തിട്ടില്ല. ബ്ലൗസെല്ലാം ഒന്ന് ഷെയ്പ്പാക്കണം അത്രേ. എൻ്റെതും ഉണ്ട് അശ്വതേച്ചിൻ്റെയും ഉണ്ട്. അല്ല ഷെയ്പ്പാക്കണം. ഒന്ന് ഷെയ്പ്പാക്കിയിട്ട് ഒരു 6 മണിയെല്ലാം ആകുമ്പം അശ്വതേച്ചിയുടെ അടുത്തേക്ക് പോവാം. അവിടുന്ന് ഒരുമിച്ച് സാരിയെല്ലാം നല്ല വൃത്തി ഉടുത്തിട്ടാകുമ്പം ഒന്നിച്ച് പോവാന്നാണ് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. അമ്മയില്ലല്ലേ, അമ്മ ഇന്ന് പണിക്ക് പോയിന്. വസന്തമ്മ പിന്നെ ഇടാട്ടേ ഇല്ലേ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാലേ വരുമായിരിക്കുമല്ലോ. അമ്മക്ക് ലേഖമ്മക്ക് ഇന്ന് നമ്മുടെ ഡാൻസ് കാണാൻ വരാൻ പറ്റുമോ എന്നറിയില്ല. എന്താ വെച്ചാൽ നാളെ രാവിലത്തേക്ക് വലിയൊരു ഓർഡർ ഉണ്ട് ഉണ്ണിയപ്പത്തിന്. അപ്പോൾ രാത്രി അതിൽ പണിയേരി വന്നിട്ട് കൂട്ടാക്കലും കാര്യങ്ങളിലായതുകൊണ്ട് അമ്മയും അനിയത്തിയും വരുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. ചിലപ്പം വരും ചിലപ്പം വരില്ല. ഒന്ന് പറഞ്ഞിട്ടാ കാരപ്പത്തിൻ്റെ കൂട്ടാക്കണ്ടേ എന്നാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ ഡാൻസ് കഴിയാൻ കുറേ ലേറ്റാവും. 7 മണിക്കെല്ലാം തുടങ്ങിയാലും കുട്ടികൾ തന്നെ ഒരു 10, 20, 18 ഡാൻസായിട്ടുണ്ട്. അതും കഴിഞ്ഞ് പിന്നെ നമ്മളതെല്ലാം കഴിയുമ്പോൾ തന്നെ സമയവും. അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ഉദ്ഘാടന ചടങ്ങും അതെല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ തന്നെ സമയം ഒരു വൈകും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കൂട്ടാക്കാൻ വിചാരിച്ചാൽ നടക്കില്ല. നമുക്ക് നാളെ രാവിലെ പണിക്ക് പോകുന്നതിന് മുന്നേ എല്ലാം സെറ്റാക്കിയിട്ട് പോകേണ്ടതാണ്. അപ്പോൾ ലേഗൂസ് വരുമോ അറിയില്ല. അനിയേട്ടനും പണിക്ക് പോയിട്ടായില്ല വരണത്രേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ മദർ പി ടിൻ്റെ ഡ്രസ് കോഡാണ് കേട്ടോ ഇത്. ഇതൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഡാൻസും കളിക്കുന്നത്. അപ്പോൾ ഇതാ മഞ്ഞ ബ്ലൗസ്, റെഡ് സാരിയാണ്. അയ്യോ അശ്വതി സുന്ദരി കുട്ടിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടാ. എന്താ എന്നെ കാണിച്ചു കൊടുത്ത്. നല്ല രസമുണ്ട്. തല കുളിച്ചിട്ട് പശു നോക്കിയോലേ വയറൊട്ടിച്ചൊക്കെ. ഓക്കെ അങ്ങനെ ഇതാ നമ്മ രണ്ടാളും റെഡി ആയിട്ടുണ്ട്. സമയം ഏകദേശം പരിപാടി തുടങ്ങാനായിട്ടുണ്ട് കേട്ടാ. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് കിഞ്ചായില്ലേ. അപ്പോൾ ഇനി അവിടെ സ്കൂളിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. എല്ലാവരും ഇതേ ഡ്രസ് കോഡിലാണ്. അവിടെ എത്തിയിട്ടാകുമ്പോൾ എല്ലാവരും കാണിച്ചു തരാം കേട്ടാ. കുഞ്ഞിപ്പെണ്ണ് നമ്മൾ അതേ ഡ്രസ്സ് കളറിന് കിട്ടുന്നു, മെറൂണ്.
അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയാടും ആദ്യം കണ്ട കുറച്ച് പേര് എത്തിയിട്ട് സെൽഫിയെല്ലാം എടുത്തു. എല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കുറേ പേര് ഫുഡിൻ്റെ സെക്ഷനിലും കുറേ പേര് മേക്കപ്പിൻ്റെ സ്ഥലത്തും അങ്ങനെ അടിയിടെല്ലാം ആയിട്ടാണ് ഉണ്ടായിന്. പിന്നെ ടീച്ചേഴ്സിൻ്റെയും സ്റ്റാഫിൻ്റെ എല്ലാം ഡ്രസ് കോഡ് ഇതാണ് കേട്ടോ, നീല. അമ്മമാർ 5 പേരും പിന്നെ ടീച്ചേഴ്സ് 3 പേരും എത്തിയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. നമുക്ക് ഡാൻസിന് വേണ്ടിയിട്ടായിട്ട് പ്രത്യേക ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിട്ടാ. നമ്മളെ സാരി എടുത്തിട്ടും ടീച്ചേഴ്സിൻ്റെ ഈ ഡ്രസ് കോഡ് എടുത്തിട്ട് തന്നെയാണ് കളിക്കുന്നത്. കുറേ ഡാൻസ് കഴിഞ്ഞിട്ടാണ് ലോകുട്ടൻ്റെ ഡാൻസ് വരുന്നത്. അതുകൊണ്ട് ലോകുട്ടനെല്ലാം ഡ്രസ്സെല്ലാം മാറ്റുന്ന അത്രേ. പിന്നെ കുട്ടികളെല്ലാം ഏകദേശം ചോറ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മയും വേഗം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. സാമ്പാറും പച്ചടിയും പിന്നെ ചക്കപ്പുതൽ ഉപ്പേരിയും അച്ചാറെല്ലാം ഉണ്ടായിന്. ഏതായാലും അദ്ദേഹത്തെയും അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. മറ്റു ഒന്ന് കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങളുടെ വാർഷിക പരിപാടികളൊക്കെ പ്രവേശിക്കുവാനിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഏതുള്ളിലെ ഊത്തുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ സംസ്കൃത സ്കോളർഷിപ്പിൽ ഈ വർഷം വിജയിച്ച കുറേ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഇതാ ലോകുട്ടൻ്റെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള ഡാൻസിൻ്റെ എല്ലാത്തിൻ്റെയും ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടും കാര്യമൊന്നുമില്ല. യൂട്യൂബിൽ ഇതൊന്നും ഇടാൻ വേണ്ടി പറ്റൂല, എന്തായിട്ടും കോപ്പിറൈറ്റ് വരും. ഇതന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വോയിസ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. മുന്നിൽ ഇതാ വലതുവശത്ത് നിൽക്കുന്നതാണ് കേട്ടോ ലോഗു. 6ാം ക്ലാസ്സിലെ കുട്ടികൾ കുറച്ച് പേരെല്ലാം കൂടിയിട്ട് ഒരു ടീമായിട്ട് അങ്ങനെയാണ് കളിക്കുന്നത്. ഒരു സിനിമാറ്റിക് ഫ്യൂഷൻ ഡാൻസാണ്. 2-3 ഒരു 5-6 പാട്ടെല്ലാം വരുന്നുണ്ട് ഇവരുടെ ഡാൻസിന്. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും ഒരുപോലെ കളിച്ചിട്ടുണ്ട്. ലോകൂട്ടനും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തതിനേക്കാളും സ്റ്റേജിൽ നല്ല അടിപൊളിയായി ഡാൻസ് എല്ലാം കഴിഞ്ഞ് പിന്നെ 5ാം ക്ലാസ്സിലെ കുട്ടികളത് മാത്രമായിട്ട് സെപ്പറേറ്റ് നാടകം ഉണ്ടായിന്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനമാണ് കേട്ടോ നമ്മളെ ഡാൻസ് തുടങ്ങിയത്. നമ്മളെ ഡാൻസോട് കൂടിയാണ് ഇന്നത്തെ വാർഷിക ആഘോഷം ഇവിടെ അവസാനിച്ചത്. അപ്പോൾ 2 പാട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ആദ്യത്തെ പാട്ട് വരുന്നത് ചോലമരം കാറ്റടിക്കണ് ജാതിമരം പൂത്തിരിക്കണ് മൂപ്പ മുറവ, ആ ഒരു സോങ്ങില്ലേ അതും. പിന്നെ രണ്ടാമത്തെ വരുന്നത് മാർഗഴിയെ മല്ലികയെ, ആ ഒരു പാട്ടുമാണ് മമ്മൂടീൻ്റെ ഫിലിമിലെ. അപ്പോൾ ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിനി. അതും കോപ്പിറൈറ്റ് ഇഷ്യൂ എല്ലാം വരുന്നുണ്ട്. യൂട്യൂബ് സെലക്ട് ഇട്ടിട്ടില്ല, യൂട്യൂബിൽ തന്നെ ഇല്ല. ആ സോങ്ങിൻ്റെ അത്ര പോലെ പോർഷൻ മാത്രമേ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിട്ടു. അതുകൊണ്ട് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടെല്ലാം ഞാൻ ഷോർട്സ് വീഡിയോയിൽ അത്ര പേര് ഉൾപ്പെടുത്തിയിട്ടില്ലേ. അപ്പോൾ അത് കണ്ടരം എല്ലാം പറഞ്ഞിട്ടുണ്ടായിന് ഫുൾ വീഡിയോ ഇടുന്നു. ഫുൾ വീഡിയോ ഇട്ടാലില്ലേ പ്രശ്നം ഇതാണ്, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നോണ്ടാണ് കേട്ടോ ഫുൾ വീഡിയോ ആയിട്ട് അങ്ങനെ ഇടാൻ പറ്റാത്ത. ഉണ്ണിയപ്പം ചുടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അമ്മ ഇന്നലെ വന്നിട്ടാട്ടാ നമ്മളെ പരിപാടിക്ക് ഇതെല്ലാം ഉണ്ടാക്കേണ്ട തിരക്കിലാണ്ടായിനി. ഇന്നലെ അമ്മ പണിക്കും പോയിട്ട് ഉണ്ടായിനി. അപ്പോൾ ഇതാ നമ്മളെ ഉണ്ണിയപ്പം ഏകദേശം ചുട്ട് അമ്മയുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തൈടിയുണ്ട്, ഇനിയുണ്ട്, തൈടിയുണ്ട്, ഇനി ചുടാനും ഉണ്ട്, ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇന്നൊരു പരിപാടി ഉണ്ട്, അടുത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടാ. അടിപൊളി തന്നെ ലൂകല നല്ല വൃത്തി കഴിച്ചിരി നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നേക്ക് ഒരുപാട് 500 ഇല്ലധികം ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ടായിന് കേട്ടോ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അമ്മ ഇപ്പൻ്റെ ഡാൻസ് കാണാൻ പറ്റില്ല. ഉണ്ണിയപ്പം ഇതാ ഇവിടെ ചുട്ട് റെഡി ആയിട്ടുണ്ട്, പാക്കാക്കിയാണ്. കുറച്ചമ്മ ചുടുന്നുണ്ട്. ഏകദേശം നമുക്ക് കൊടുക്കാനുള്ളത് ആയിട്ടുണ്ട് കേട്ടാ. നമുക്കൊന്ന് പാക്കാക്കാൻ വേഗം രാവിലെ തന്നെ കൊടുക്കാനില്ലാണ്. ഞാൻ നമ്മളെ ഉണ്ണിയപ്പെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേഗം കൊണ്ടു കൊടുത്തിട്ട് വരട്ടെ. അപ്പം രണ്ടാക്കും ഫുഡെല്ലാം കഴിച്ച് ക്ഷീണം പിടിച്ചുവാ.
പായസം കുടിച്ചിട്ട് ചീക്കൂല കുഞ്ഞു. ലോകൂട്ടന്റെ മുഖം നോക്കറാ. എടാട്ട് വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. നാളെ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. എന്തെങ്കിലും ഒന്ന് വിചാരിച്ചാല് നടപ്പിലാക്കണം. അതാണ് ഓന്റെ ഇത്. ഞാൻ പറഞ്ഞു നാളെ രാവിലെ അച്ഛൻ പോകുമ്പോ അച്ഛൻ്റെ ഒപ്പം പോയിക്കോ. അനിയണ്ണ എടാട്ടാവാ തന്നെയാണ് പണി. നാളെ അച്ഛൻ്റെ വണ്ടി രാവിലെ ഒറ്റ പോക്ക്. ഇന്ന് പോണ്ട, നാളെ പോയാ. അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം കൊടുക്കാനുണ്ടായിട്ടേ ആടെ ഫംഗ്ഷന് നമുക്കും പോകാനുണ്ടായിനി. അവിടെ പോയി വന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് അവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് വന്നിട്ട് ഇവിടെ ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുകയെന്ന്. കുറേ നാളത്തിനോട്ട് ഇന്ന് സദ്യ കഴിച്ചു. പിന്നെ പ്രധാനെല്ലാം കഴിച്ച്. അപ്പോൾ ഇന്നലെ മുതലേ തുടങ്ങിയ നമ്മളെ വീഡിയോ ആണ് നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ഒന്ന് ചെയ്യുക. അപ്പോൾ രണ്ടാക്കും സ്കൂളെല്ലാം പൂട്ടി. മുഖം തെളിയുന്നേ ഇല്ല ഒരാളെ. നാളെ പോവാട്ടാ. ഇന്നിപ്പോൾ ഈ ഉച്ചക്ക് വെയിലത് പോവാൻ കഴിയില്ല. ഇത് വെയിൽ നോക്കിയേ. നോക്കാനൊന്നുമില്ല. പ്രശ്നമില്ല. അപ്പോൾ ലോകുൻ്റെ സ്കൂളിൽ വാർഷികമെല്ലാം കഴിഞ്ഞു, നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം വെക്കേഷൻ അതല്ലേ, രണ്ടാളും ഇനി വീട്ടിൽ തന്നെ ഉണ്ട്. അതിക്കൂടെ ഇനി 10ാം ക്ലാസ്സിലേക്കാണ്, അതുകൊണ്ട് ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.